ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1954. ഇന്ന് മെയ് മാസം 7-ാം തീയതി 127-ാമത്തെ ദിവസത്തിലെത്തി. യേശുവിനെ വിട്ടിട്ടും തങ്ങളുടെ പഴയ തൊഴിലിലേക്ക് മടങ്ങിപ്പോയ ഒരു ചെറിയ ശിഷ്യ സംഘത്തിന്റെ ഒപ്പം തന്നെയാണ് ഈ പുലി. ഇത്രത്തോളമൊക്കെ ഗൗരവത്തിൽ തുടർച്ചയായി ഇതിനെ പരിഗണിച്ച് മടുത്തില്ല എന്ന് ആരും വ്യാകുലപ്പെടണ്ട. അവനവന്റെ ജീവിതവുമായി നല്ല സാമ്യമുണ്ട്. ആ ഒരു തിരിച്ചറിവിന്റെ വേദന തന്നെയാണ് ഇത് വിട്ടുകളയാൻ തോന്നാത്തത്. എന്തായാലും കരയ്ക്ക് വന്ന് നിന്ന യേശുവിനെ ആ പാവം ശിഷ്യ സമൂഹം തിരിച്ചറിഞ്ഞില്ല. കരയ്ക്കെന്നല്ല, തൊട്ടടുത്ത് നിൽക്കുന്ന യേശുവിനെ പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. എവിടെയോ എന്തോ വലിയ പ്രശ്നം സംഭവിക്കുന്നുണ്ട്. യേശുവിന്റെ ഒരു കുശലാന്വേഷണമുണ്ട്. കുഞ്ഞുങ്ങളെ നാളെ വിളിക്കുക. അതിത്തിരി ഒരു കളിയാക്കി വിളിയാണോ എന്നറിയില്ല. കുഞ്ഞുങ്ങൾ എന്തായാലും തടാകത്തില് കടലില് മത്സ്യം പിടിക്കാൻ പോകുന്നവരാരും കുഞ്ഞുങ്ങളാവത്തില്ല. അവർ മുതിർന്നവർ തന്നെയാണ്, പണി നന്നായിട്ട് അറിയാവുന്നവർ തന്നെയാണ്. പക്ഷെ എന്നാലും യേശു അവരെ വിളിക്കുക കുഞ്ഞുങ്ങളെ നാളെ. നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? പിന്നെ കൈ മീനില്ലാതെ, വലയിലും വള്ളത്തിലും നിറയെ മത്സ്യമില്ലാതെ അവർക്ക് അവിടെ ആയിരിക്കാൻ പറ്റുമോ? ആ ചോദ്യം തന്നെ ഒരു നല്ല കുശലാന്വേഷണം അല്ലേ? പേരന്റിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറെ വായിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് പല വിഷയങ്ങളും. ഒരു പേരന്റ് എന്ന നിലയിൽ, ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ, ഒരപ്പനെന്ന നിലയിൽ എന്നെയും കുറെ കൂടി ഒന്ന് അഴിച്ചെടുത്ത് വൃത്തിയാക്കാനായിട്ട് ഒന്ന് മൊത്തത്തിൽ കുലുക്കുന്നുണ്ട് ഈ സംഭവം. യേശുവിനെ കരയിൽ നിന്നുകൊണ്ട് ആക്രോശിക്കാമായിരുന്നു. നീയൊക്കെ എന്നാടാ പണി കാണിച്ചത്? ഞാൻ നിന്നെയൊക്കെ വിളിച്ച് വേർതിരിച്ച് 3 വർഷം പരിശീലിപ്പിച്ചിട്ട്, നിങ്ങൾ ഇനി മത്സ്യം പിടിക്കുന്നവരല്ല, മത്സ്യം പിടിക്കാൻ പോകണ്ട, മനുഷ്യരെ പിടിക്കുന്നവരാണ്, ഞാൻ അതിനെ പ്രാപ്തരാക്കാമെന്ന് പറഞ്ഞ് പ്രാപ്തത നൽകിയിട്ട് നീക്ക് എന്ത് പണിയാ കാണിച്ചതെന്ന് ഒരു രക്ഷകർത്താവ് എന്ന നിലയിൽ ഞാൻ അലറി വിളിക്കുന്ന മാതിരി യേശുവിന് ചെയ്യാമായിരുന്നു. അതിന് യേശു മുതിരുന്നില്ല എന്നുള്ളതാണ് യേശുവിൻ്റെ പേരന്റിങ്ങിൻ്റെ ഒരു ശൈലി. നമുക്കെപ്പോഴായാലും മനസ്സിലാക്കുക. കളിയാക്കിയില്ല കേട്ടോ. അനുസരണക്കേട് കാണിച്ച് അകന്നു പോവുകയും അതേ തുടർന്ന് ഒരു ആപത്തിൽ അകപ്പെടുകയും ചെയ്താൽ നമ്മളിപ്പോഴും ആ പ്രശ്നത്തെയാണ് കുറെ കൂടി ഒന്ന് വഷളാക്കാൻ ശ്രമിക്കുക. ആ പ്രശ്നത്തെയാണ് കുറെ കൂടി ഊതി പെരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ പക്ഷേ യേശു പ്രശ്നത്തെ വിട്ടു, മറിച്ച് കുറെ കൂടി പ്രാക്ടിക്കലായിട്ട് ഇടപെടുകയാണ്. ഈ വേദഭാവം ഒന്ന് വായിച്ചു പോയാൽ ഭൂമിയിലെ എല്ലാ രക്ഷകർത്താക്കളും കുറെ കൂടി തങ്ങളുടെ മക്കളെ, തങ്ങളുടെ ശിഷ്യന്മാരെ, അധ്യാപകർ, ശിഷ്യന്മാരെ, ആചാര്യന്മാര്, ആടുകളെയൊക്കെ ചേർത്ത് പിടിക്കും. തീർച്ചയായിട്ടും. ആമേൻ.